നേരുകയാണ്. എല്ലാവരും പെരുന്നാൾ നിസ്കരിക്കണം. 2 റക്അത്ത് നിസ്കാരമാണ്. സദാ നിസ്കരിക്കുന്ന നിസ്കാരം പോലെ ഒരു 2 റക്അത്ത് നിസ്കരിച്ചാലും പെരുന്നാൾ നിസ്കരിച്ച കൂലി ലഭിക്കും. അതുകൊണ്ട് അങ്ങനെ നിസ്കരിക്കാൻ കഴിയുന്നവർ അങ്ങനെയെങ്കിലും നിസ്കരിക്കണം. അത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ് അത് നിസ്കരിക്കേണ്ടത്. ളുഹറിന്റെ മുമ്പായിട്ട് തന്നെ നിസ്കരിക്കണം. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതേസമയത്ത് കാമിലായ നിസ്കാരമുണ്ട്. അത് 1-ാമത്തെ റക്അത്തിൽ 7 തക്ബീർ ചൊല്ലണം. 2-ാമത്തെ റക്അത്തിൽ 5 തക്ബീറുകൾ ചൊല്ലണം. ഈ തക്ബീറുകൾ ചൊല്ലേണ്ടത് 1-ാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന് ശേഷം വജ്ജഹത്ത് ഓതിയിട്ട് ആ വജ്ജഹത്ത് ഓതിയതിന് ശേഷമാണ് ഈ 7 തക്ബീർ ചൊല്ലേണ്ടത്. ഓരോ തക്ബീറിന്റെയും ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി ഫാത്തിഹ ഓതണം. സൂറത്ത് പാരായണം ചെയ്യണം. ഏത് സൂറത്തും പാരായണം ചെയ്യാം. അങ്ങനെ 1-ാമത്തെ റക്അത്ത് പൂർത്തിയാക്കി 2-ാമത്തെ റക്അത്തിലേക്ക് വരണം. ആ തക്ബീർ കൂടാതെ പിന്നീട് 5 തക്ബീറുകൾ ചൊല്ലണം. ആ ഓരോ തക്ബീറിന്റെ ഇടയിലും നേരത്തെ പറഞ്ഞ ദിക്റുകൾ ചൊല്ലണം. എന്നിട്ട് ഫാത്തിഹ ഓതണം, സൂറത്ത് ഓതണം. സാദാ പോലെ സുജൂദും അത്തഹിയാത്തിലേക്ക് വരണം. എന്നിട്ട് സലാം വീട്ടിയിട്ട് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യണം. സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും പുണ്യമേറിയ സുന്നത്ത് നിസ്കാരം അത് പരിശുദ്ധമായ പെരുന്നാൾ നിസ്കാരമാണ് എന്ന കാര്യം കൂടി സാന്ദർഭികമായി എല്ലാവരെയും അറിയിച്ച് മുഅക്കദായ സുന്നത്ത് നിസ്കാരമാണ്. അതാരും നഷ്ടപ്പെടുത്തരുത്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ നാളെ ജുമായുള്ളവരുണ്ടാകും. പുരുഷന്മാരെല്ലാവരും ജുമാ നിർബന്ധമായി നിസ്കരിച്ചിരിക്കണം. പെരുന്നാൾ നിസ്കാരവും ജുമായും ഒന്നിച്ചു വന്നാൽ ജുമാ നിസ്കാരം വേണ്ടതില്ല എന്ന് ആരൊക്കെയോ വിവരക്കേട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരിക്കലും അതിലാരും പെട്ടുപോകരുത്. എല്ലാവരും അക്കാര്യം ശ്രദ്ധിക്കണം.